ചൈന ഒരു വലിയ പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചൈനയുടെ നട്ടെല്ലൊടിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൻ്റെ കാരണം ആരാണ്? ഇന്ത്യയാണ് ഇതിൻ്റെ കാരണം. ചൈന ഇപ്പോൾ പരാതിയുമായി അന്താരാഷ്ട്ര ലോകങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. എന്താണ് വിഷയം? ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാറ്ററികൾക്കുമായി ഇന്ത്യ നൽകുന്ന സബ്സിഡികൾക്കെതിരെയാണ് ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം ആഭ്യന്തര വ്യവസായങ്ങൾക്കും അന്യായ മുൻതൂക്കം നൽകുന്നുവെന്നും അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നുമാണ് ചൈനയുടെ ആരോപണം. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ സബ്സിഡികളാണ് ചൈനയെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്നത്. ഇന്ത്യ നൽകുന്ന സബ്സിഡികൾ രാജ്യത്തെ ആഭ്യന്തര വിപണി കമ്പനികൾക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ അന്യായമായ നേട്ടം നൽകുന്നു. ഇത് ചൈനയുടെ തദ്ദേശീയ താൽപ്പര്യങ്ങളെ തകർക്കുന്നു. ചൈനീസ് വാണിജ്യ മന്ത്രാലയം ഈ ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമായി ആഭ്യന്തര ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സബ്സിഡികൾ അന്താരാഷ്ട്ര വ്യാപക നിയമങ്ങൾ പ്രകാരം വ്യക്തമായി നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ചൈന വാദിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് ഏറ്റവും കൂടുതൽ സബ്സിഡി നിരക്കാണ് ഇന്ത്യയുടേത്. വിൽപ്പന വിലയുടെ ഏകദേശം 46% ഇന്ത്യയുടെ സബ്സിഡി നിരക്ക്. ചൈന 10%, ജർമ്മനി 20%, US 26%, ദക്ഷിണ കൊറിയ 16% എന്നിങ്ങനെയാണ് ഈ സബ്സിഡി പോകുന്നത്. ഇന്ത്യയിൽ EVകളുടെ വിൽപ്പന മൊത്തം വാഹന വിപണിയുടെ 2% കുറവാണെന്നും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് 100% വരെ സബ്സിഡി നൽകുന്ന PME ഡ്രൈവ് പദ്ധതിയും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ലോകത്തെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യമാണ് ചൈന. സെപ്റ്റംബറിലെ ആഗോള EV വിൽപ്പന 2/3 ചൈനയിലായിരുന്നു. ചൈനീസ് EV നിർമ്മാതാക്കൾ ഇന്ത്യയിലെ വാഹന വിപണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സബ്സിഡികൾ അവരുടെ വാഹനങ്ങൾക്ക് വില കൂടുതലാക്കാനും കാരണമാകും. ചൈനയുടെ EV ഉൽപ്പാദനത്തിൽ അമിതശേഷി നേരിട്ടാൽ വില ഉയരാൻ കാരണമാവുകയും ലാഭം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ BYD പോലുള്ള മുൻനിര കമ്പനികൾ യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ വിദേശ വിപണികളിലേക്ക് വിൽപ്പന വ്യാപിപ്പിക്കാനും ശ്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.